ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് കുറേ ദിവസത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. കുട്ടീസ് ഒന്നും കണ്ടു കഴിഞ്ഞാൽ വിടേയില്ല, നമുക്ക് തീരുന്ന അറിയില്ല, അത്ര ടേസ്റ്റ് ആണ് കഴിക്കാൻ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കപ്പ് മൈദയാണ്. അപ്പൊ മൈദ ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ മഴയൊക്കെ ഉള്ള സമയമല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടൂല. അപ്പൊ എന്തായാലും 2 കപ്പ് മൈദ ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. നല്ല ഒരു എന്താ പറയാ, നമ്മുടെ അണ്ടിപ്പരിപ്പ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ പോലെ ഇരിക്കും കേട്ടോ ഇത്. അപ്പൊ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർക്കും കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയും ഉപ്പും ഒക്കെ എല്ലാവരും പിടിക്കണ പോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തിളച്ചിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഒഴിക്കുമ്പോൾ കയ്യിലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കുക. അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല, നമുക്ക് നനച്ചിട്ട് നന്നായിട്ട് എന്താ പറയാ ഉരുട്ടിയെടുക്കാൻ പറ്റണം. നമ്മൾ പുട്ടൊക്കെ നനക്കില്ലേ, അതേപോലെ ചെയ്യണം. അപ്പൊ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഏകദേശം എനിക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇങ്ങനെ നന്നായിട്ട് നമുക്കിങ്ങനെ ഉണ്ട പിടിക്കാൻ പറ്റണം, എന്നാലേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടുണ്ട്. അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ പൊടിയുടെ പരുവം നിങ്ങൾ നോക്കണം, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റണം. അപ്പൊ അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പൊ നന്നായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, അതേപോലെ തന്നെയാണ്. നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പൊ അതേ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പൊടിയിട്ട് പരത്തണ്ട, ഓയിൽ ഇട്ടിട്ട് പരത്തിയെടുത്താൽ മതി. ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് ഒരുപാട് തിന്നാക്കിയിട്ട് പരത്തിയെടുക്കരുത്. കുറച്ചൊന്ന് കട്ടിക്ക് വേണം പരത്താൻ, എന്നാലേ നമുക്ക് നന്നായിട്ട് ഉള്ളിലൊരു സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഒരു ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കുന്ന ഒരു ഫീല്. അപ്പൊ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അടപ്പ് മൊത്തമായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് അടപ്പിന്റെ പകുതി ഭാഗം വരുന്ന രീതിക്ക് ഈ ഒരു ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ അണ്ടിപ്പരിപ്പിന്റെ ഒരു ചന്ദ്രക്കല ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുക. വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ. വേഗം വേഗം തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒറ്റ തവണ നമ്മൾ പരത്തുന്നുള്ളൂ, ഒത്തിരി സമയമൊന്നും എടുക്കില്ല. അപ്പൊ വേഗം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 വലിയ പ്ലേറ്റ് നിറയെ ഉണ്ട്. ഇത് കുറച്ച് കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് ഒരു ബിസ്ക്കറ്റ് മാതിരി ഉണ്ടാവുക. ഇനി നമ്മൾ ഇത് ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്ത്, കാരണം ഉള്ളിൽ കുറച്ച് വേവാനുള്ളതാണ്. അപ്പൊ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഒരുപാട് ഓയിൽ എടുത്തിട്ടില്ല, കുറച്ച് ഓയിൽ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ഓയിലിൽ തന്നെ ഞാൻ ഫ്രൈ ചെയ്യണം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കൂടുതൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പണി തീരും. അപ്പൊ അതെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടാവും. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താ പറയാ, ഇത് നമുക്ക് ഒരുപാട് കളർ ആവൊന്നും വേണ്ട. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളർ കിട്ടിയാൽ തന്നെ മതി, കാരണം നമ്മൾ ഇതിലേക്ക് മസാലയൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതേ അടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്ത് മാറ്റാം. ചെറുതായിട്ടൊന്ന് ചൂടാറുന്ന സമയത്ത് നമ്മൾ ഇത് എല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ ഇതിനേക്കാളും ടേസ്റ്റ് നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇടുമ്പോഴാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ടിട്ടുണ്ട്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അത്ര മതി. പിന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ശരിക്കും ഒരു ബിസ്ക്കറ്റ് കഴിക്കണ മാതിരി ഉണ്ട്. നമ്മളെ പണ്ടത്തെ അണ്ടിപ്പരിപ്പ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതൊക്കെ കഴിക്കണ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ ഇതേ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടോ, അത്യാവശ്യം ഹാർഡാണ് പുറത്ത്, പക്ഷെ ഉള്ളിൽ സോഫ്റ്റ് ആയിട്ട്, ഒത്തിരി സോഫ്റ്റും അല്ല. അപ്പൊ എന്തായാലും ട്രൈ ചെയ്യാൻ അടുത്ത് ഫീഡ്ബാക്ക് പറയാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാം. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ബാക്കി ഉണ്ടാവാൻ സാധ്യതയില്ല, പെട്ടെന്ന് തന്നെ കഴിച്ച് തീരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.